നമസ്കാരം, സെല്ലുലോഡ് മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ തങ്ങളുടെ കട്ട ലോക്കൽ ഗെറ്റപ്പിലെത്തി ഞെട്ടിച്ചിരിക്കുകയാണ് കാളിദാസ് ചേറാമും തന്റെ റൗഡിക്കൂട്ടവും അപർണ ബാലമുരളിയും. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ജിത്തു ജോസഫിന്റെ മിസ്റ്റർ ആൻഡ് മിസ് റൗഡിയുമായിട്ടാണ് കാളിദാസ് ചേറാം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ജിത്തു ജോസഫ് തന്നെ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കോമഡിക്കാണ് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ദിലീപ്, മമത മോഹൻദാസ് എന്നിവർ ചേർന്ന് അഭിനയിച്ച മൈബോസിന് ശേഷം കോമഡി ജോണിൽ ഒരുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി. ചിത്രത്തിൽ കാളിദാസിന്റെ നായികയെ എത്തുന്നത് അപർണ ബാലമുരളിയാണ്. എന്തായാലും ഒരു വെടിക്കുള്ള മരുന്നുമായിട്ടാണ് ജിത്തു ജോസഫ് ഇത്തവണ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാം. കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന 5 ചെറുപ്പക്കാരുടെ കഥയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി. ഇവരുടെ ഇടയിലേക്ക് ഇവരെക്കാൾ വില്ലത്തിയായ അപർണ എന്ന പെൺകുട്ടിയുടെ കടന്നുവരവാണ് ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യ പകുതിയിൽ പ്രേക്ഷകരെ തൃപ്തരാക്കിയില്ലെങ്കിലും രണ്ടാം പകുതിയോടെ ചിത്രം കൂടുതൽ പ്രേക്ഷകരിലേക്ക് അടുക്കുന്നു. പൂമരം എന്ന ചിത്രത്തിലെ ശാന്തനായ വിദ്യാർത്ഥി നേതാവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് കാളിദാസ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. താടിയും മുടിയും വളർത്തി അശ്രദ്ധമായ വസ്ത്രധാരണം, കണ്ട തനി ഗുണ്ട. വരും സിനിമകളിൽ കാളിദാസ് കുറച്ചുകൂടി അഭിനയം മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെങ്ങാതിമാരായെത്തിയ ഷെബിൻ ബെൻസൺ, വിഷ്ണു ഗോവിന്ദ, ഗണപതി എന്നിവർ അവരുടെ റോളുകൾ പ്രശംസനീയമായ രീതിയിൽ അവതരിപ്പിച്ചു. സായ് കുമാർ, വിജയ് രാഘവൻ, വിജയ് ബാബു, ജോയ് മാത്യു, ശരത്, എസ്തർ അനിൽ, ഷൈൻ സിദ്ദിഖ് എന്നിവരും അവരുടെ റോളുകൾ മനോഹരമാക്കി. തിരക്കഥയ്ക്ക് വേണ്ട കെട്ടുറപ്പ് അനുഭവപ്പെട്ടില്ല. പലയിടങ്ങളിലും ഇപ്പോഴത്തെ സൗഹൃദങ്ങൾക്ക് പകരം പഴയകാല സൗഹൃദങ്ങളാണ് അനുഭവപ്പെടുന്നത്. സംവിധായകൻ ജിത്തു ജോസഫ് തന്റെ ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കാണുന്നവർക്ക് സംശയം തോന്നിയേക്കാം ഇതൊരു ജിത്തു ജോസഫ് ചിത്രമാണോ എന്ന്. അനിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതവും സതീഷ് കുറുപ്പിന്റെ ഛായാഗ്രഹണവും മികച്ചതായി അനുഭവപ്പെട്ടു. ഗാനങ്ങളും മനോഹരമായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് മറിച്ച് അഭിപ്രായമുള്ളവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ സെല്ലുലോഡ് ഈ ചിത്രത്തിന് റേറ്റിംഗ് നൽകുന്നില്ല. വീണ്ടും മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.